കോതമംഗലത്ത് സ്വകാര്യ ബസിൽ നിന്ന് തെറിച്ചു വീണ് മരണത്തിന് കീഴടങ്ങിയ സിസ്റ്റർ ഹെയ്സ്ലറ്റിന് അന്ത്യാഞ്ജലി. ഭൗതികദേഹം കോഴിപ്പള്ളി SD കോൺവെന്റിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. സിസ്റ്ററിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആയിരക്കണക്കിന് ആളുകളാണ് കോൺവെന്റിലെത്തിയത്. സംസ്കാര ശുശ്രൂഷകൾ SD കോൺവെന്റ് പ്രൊവിൻസ് ഹൌസിൽ നടന്നു. കോതമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിൽ നിന്ന് തെറിച്ചു വീണു മരണമടഞ്ഞ സിസ്റ്റർ ഹെയ്സ്ലറ്റിന് വിട. കോഴിപ്പള്ളി SD കോൺവെന്റിൽ അംഗമായിരുന്ന സിസ്റ്റർ ഹെയ്സ്ലറ്റ് ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയുമായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8:20 കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തായിരുന്നു അപകടം നടന്നത്. പങ്കെടുക്കാനുണ്ടെങ്കിൽ യോഫീസിനോടൊപ്പം പങ്കുചേരുക. യോഫീസിന് ശേഷം സംസ്കാര ശുശ്രൂഷയുടെ പ്രാരംഭ കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. വളവ് തിരിയുന്നതിനിടെ ഓടിക്കൊണ്ടിരുന്ന റെജിമോൻ എന്ന സ്വകാര്യ ബസിൽ നിന്ന് സിസ്റ്റർ തെറിച്ചു വീഴുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ സിസ്റ്ററെ ഉടൻ തന്നെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപകട സമയത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ബസിലുണ്ടായിരുന്നു. ബസിന്റെ വാതിൽ തുറന്ന നിലയിലായിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭൗതികദേഹം കോഴിപ്പള്ളി SD കോൺവെന്റിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. സിസ്റ്ററിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് കോൺവെന്റിലെത്തിയത്. ഏറെ വികാര നിർഭരമായ അന്തരീക്ഷത്തിലായിരുന്നു വിശ്വാസികളും നാട്ടുകാരും സഹപ്രവർത്തകരും സിസ്റ്ററിന് യാത്രാമൊഴി നൽകിയത്. സംസ്കാര ശുശ്രൂഷകൾ SD കോൺവെന്റ് പ്രൊവിൻസ് ഹൌസിൽ നടന്നു. ന്യൂസ് ഡെസ്ക് Media 60 കോതമംഗലം.